ഗാംഗ്രയൊക്കെ 10 കിലോമീറ്റർ ട്രക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ തിരിച്ചിട്ടുള്ള വ്ളോഗൊന്നും അത്ര ഇടുന്നില്ല, കാരണം വ്ളോഗ് എടുക്കുന്നത് കുറച്ച് ഡേഞ്ചറസ് ആണ്. ഗൈസ് തശില അവിടുന്ന് ആകെ കൊഴിഞ്ഞു വീട് തശിക്കാരില്ലേ, എന്നിട്ട് മരുന്നൊക്കെ കൊടുത്ത് ചെയ്തിട്ട് പയ്യമാര് ഡോക്ടറൊക്കെ കാണിച്ച് ഹാം ഫുഡ് പോയിട്ട് ഓളൊക്കെ കഴിച്ചു. എന്തിനാണ് ഇത്ര ഹൈപ്പിലൊരു കൊടുക്കണേന്ന് എനിക്കറിയില്ല. റെഡിയാണ്. പിന്നും ഇപ്പൊ നല്ല വ്യൂ ഉണ്ടെങ്കിൽ ഹൈറ്റ് പോവാൻ വഴി കൂടെയും പോവാ. ഹായ് ബോലോ ഹായ്. कितना साल है आप इस कूड़े में कितना साल? ഫൈനലി നമ്മളൊരു മലയാളീസിനെ കണ്ടുമുട്ടുകയാണ്. ഫാത്തിമ നിങ്ങളിത് കാണുക. ഹലോ, നമ്മളിപ്പോ ഏതോ ദുനിയാവിന്റെ അറ്റത്ത് വന്നിക്ക മക്കളെ. നമ്മളിവിടെ ഗ്ലൂക്കോഡി എടുക്കാൻ തുടങ്ങി. വ്യൂ നോക്കൂ. ഗാംഗ്രി എത്താനാവുമ്പോഴത്തേക്കും ഫുൾ വഴിയൊക്കെ മാറിപ്പോ പാറക്കല്ലുകളാണ്. आपका नाम दीदी? मेरा मंकिता. കഴിച്ചോ? മനാ വില്ലേജിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മോമോസ് നിങ്ങൾ ട്രൈ ചെയ്യണം. ആദ്യം കണ്ടു നമ്മൾ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് വാലി ഓഫ് ഫ്ലവേഴ്സിലാണ്. പോകാൻ പറ്റുമെന്ന് പോലും എനിക്ക് അറിയില്ല. ഹലോ എവ്രിവൺ, നമ്മൾ ഈ റൂമിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യാണ്. ചപ്പാത്തി കഴിച്ച് ബാക്കി വന്ന സാമ്പാർ നമ്മുടെ അയൽവാസികൾക്ക് കൈമാറിയിട്ടാണ് ഉത്തരാഖണ്ഡ് വാലി ഓഫ് ഫ്ലവേഴ്സിലോട്ട് പോകുന്നത്. മാതൃകയാണ്, ജൂനിയേഴ്സ് ആണ്. ഹന്നന്റെ ഫ്രണ്ടും കൂടിയാണ് ഫറ. നമ്മൾ 5 ഗേൾസ് ആണ് ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം സമയം 9 മണീൻ്റെ അടുത്തായി. 10:30 ട്രെയിൻ. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ 1.5 മണിക്കൂർ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരാൾക്ക് 10 രൂപയാണ് വരിക റൂമിൽ നിന്ന് മെട്രോ സ്റ്റേഷൻ വരെ എത്താൻ. നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ടില്ല ഒരു കുഞ്ഞ് റിക്ഷ, ഈ റിക്ഷ. അപ്പോൾ അതിന് 10 രൂപയാണ് വരിക. നമ്മൾ ഷെയർ ചെയ്തിട്ടാണ് ഓട്ടോയിൽ വരേണ്ടത്. 380 രൂപ, അതായത് 380 റുപ്പീസ് ആണ് വന്നിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്ക് മെട്രോയിലും പോവാം, പക്ഷേ രാത്രി ആകുമ്പോൾ മെട്രോ കുറച്ച് സ്ലോ ആവും. അപ്പോൾ റിസ്ക് എടുക്കേണ്ട അവിടെ നമ്മൾ ഊബറിനെ എടുത്തു. ട്രാഫിക് ആയാലും ഊബറും പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 1.5 മണിക്കൂർ നേരത്തെ ഇറങ്ങിയിട്ടുള്ളത്. ട്രിപ്പൊക്കെ കഴിഞ്ഞ ഒരു പ്രശ്നമല്ലാണ്ട് റൂം അത്രയെന്ന് പറഞ്ഞിട്ട് ഹന്ന ഖുർആനൊക്കെ ഓതുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഡൽഹി റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. പൊതുവേ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ കുറേ ആൾക്കാർ ഇരിക്കുന്നതും കിടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. കയറുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഫോണും സാധനങ്ങളൊക്കെ സൂക്ഷിക്കണം, പെട്ടെന്ന് തന്നെ തട്ടിക്കൊണ്ടുപോകാൻ സാധ്യത ഉണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ട്രെയിൻ ടൈമൊക്കെ നോക്കിയിട്ട് പ്ലാറ്റ്ഫോമിലോട്ട് പോവുകയാണ്. അവസാന നിമിഷം ടെൻഷൻ അടിക്കലും തിരക്കൂട്ടിലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ എത്തിയിട്ടുള്ളത്. നോക്കുമ്പോൾ നമുക്ക് കുറച്ചധികം സമയം ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നല്ലതെന്ന് തോന്നുന്നു. വെറുതെ എന്തിനാ കുറേ ടെൻഷൻ അടിക്കുന്നത്, കുറച്ച് നേരത്തെ എത്തുക. ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സീറ്റ് പിടിക്കാൻ പറ്റി. ഇതിപ്പോൾ ജനറലാണ്. പൊതുവേ ജനറലിലൊന്നും നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് സീറ്റ് കിട്ടി എന്നുള്ളതാണ് നമ്മൾ നേരത്തെ എത്തിയതിൻ്റെ ഒരു ഉപകാരം എന്ന് പറയുന്നത്. ഞാൻ മുടിയൊന്നും പറഞ്ഞു ഇനി യൂട്യൂബിൽ കാണാം. സ്കിൻ കെയർ റൂട്ടീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആഫ്റ്റർ നെറ്റ് എക്സാം ഉള്ള സാഹചര്യത്തിലായാലും നമ്മൾ നമ്മുടെ നൈറ്റ് റൂട്ടീൻ തെറ്റിക്കാൻ പാടില്ല എന്നുള്ളൊരു പാഠവുമായി വേണമെങ്കിൽ സ്ലീപ്പർ ടിക്കറ്റും എടുക്കാം. നമ്മളിപ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ട് ജനറൽ എടുത്തിട്ടുള്ളത്. ഏകദേശം നമ്മൾ ഉത്തർപ്രദേശും ഉത്തരാഖണ്ഡൊക്കെ ബോർഡർ കടന്ന്. ജനറലിൽ ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 95 റുപ്പീസ് ആണ്. രാത്രി 10:30 ഡൽഹിയിൽ നിന്ന് എടുത്ത ട്രെയിൻ രാവിലെ 6 മണിക്കാണ് ഉത്തരാഖണ്ഡ് ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷനാണ്. നമ്മൾ വന്നത് 2nd ക്ലാസ് ഡൽഹി ടു ഡെഹ്റാഡൂൺ മസൂരി എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രെയിനിലാണ്. നീണ്ടു നിവർന്ന് രാത്രി കടക്കാൻ പറ്റാത്തതിൻ്റെ ക്ഷീണം എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു. പ്ലാറ്റ്ഫോം ഇറങ്ങിയതും ഒരു ബ്രിഡ്ജൊക്കെ കയറിയിട്ടാണ് നമ്മൾ എക്സിറ്റിലോട്ട് പോകേണ്ടത്. ശരിക്കും നമ്മളിവിടെ എത്തിയപ്പോൾ ഒരു മല, ഒരു മഞ്ഞ് ഫീൽ അടിച്ച് ബാത്റൂം ഒക്കെ പോയി നിസ്കരിച്ച് പിന്നെ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. ഇത് 10 രൂപക്ക് നമ്മളവിടെ കൊടുത്ത് പോകേണ്ട ഒരു ടോയ്ലറ്റ് സർവീസ് ആണ്. വലിയ വൃത്തിയൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട, എന്നാലും കുഴപ്പമില്ല. കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി.
പെട്ടെന്ന് തന്നെ നമുക്ക് ഋഷികേശിക്കുള്ള ബസ് കയറേണ്ടതാണ്. അപ്പോൾ നമ്മളെല്ലാം കുറച്ച് നല്ല സ്പീഡിൽ തന്നെ ചെയ്തിട്ടുള്ളത്. ഇതാണ് കേട്ടോ ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷൻ എൻട്രൻസ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി ആ ഒരു ഉത്തരാഖണ്ഡ് ഇറങ്ങിയ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. എന്ത് ടൈപ്പ് ഓഫ് ഫുഡ് കഴിക്കണം, എന്ത് കഴിച്ചാൽ വയറ് സീനാവില്ല, ഇതൊക്കെ അന്വേഷിച്ചിട്ടാണ് നമ്മൾ നടന്നിട്ടുള്ളത്. നേരെ ഒരു പഞ്ചാബി ധാബയിൽ കയറി അവിടുത്തെ മെനു കണ്ട് നമ്മൾ ഞെട്ടി. പിന്നെ നമ്മളൊരു കുഞ്ഞു ഹോട്ടലിൽ അങ്ങനെ കയറി ചോലെ ഭട്ടൂരൊക്കെ കഴിച്ചിറങ്ങി. പിന്നെ നമ്മൾ ബസ്സിൽ കയറിയ ശേഷം ക്ഷീണിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ആപ്പിളൊക്കെ മേടിച്ച് ഉത്തരാഖണ്ഡ് ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ നമ്മൾ പിന്നെ നേരെ ഋഷികേശിക്കുള്ള ബസ് തേടി നടക്കുകയാണ്. ഋഷികേശിൽ നിന്നാണ് സ്ട്രെയിറ്റ് ഗോവിന്ദ് ഘാട്ടിക്കുള്ള ബസ് കിട്ടുക. എന്തിനാ ഇവിടേക്കൊക്കെ പോകണമെന്ന് നിങ്ങൾക്ക് കുറേ പേർക്ക് സംശയം ഉണ്ടാവും. ഇനി ഫുൾ വ്ളോഗ് നിങ്ങൾ കാണാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്തിനൊക്കെയാണ് ഇവിടെയൊക്കെ പോകുന്നത്, എന്തൊക്കെ സ്റ്റോപ്പിൽ ഇറങ്ങണം എന്നുള്ളത്. ഹരിദ്വാർ ടു ഋഷികേശ് ബസ്സിൽ 68 രൂപയാണ് ഒരാൾക്ക് വന്നിട്ടുള്ളത്. ബസ് സ്റ്റോപ്പിൽ തന്നെ കയറിയതുകൊണ്ട് സീറ്റ് കിട്ടി. കുറച്ച് നല്ല തണുപ്പ് ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഉത്തരാഖണ്ഡ് എത്തിയതും. രാവിലെയാണ്, മാത്രമല്ല അവിടുത്തെ ഒരു ക്ലൈമറ്റ് ഒരു നല്ലൊരു കൂൾ ക്ലൈമറ്റ് ആയിരുന്നു. ഏകദേശം 1 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഋഷികേശ് ബസ് സ്റ്റാൻഡിൽ നമ്മൾ എത്തുകയാണ്. ഇനി ഋഷികേശിൽ നിന്ന് സ്ട്രെയിറ്റ് ബസ് നമ്മൾ ഗോവിന്ദ് ഘാട്ട് ഇറങ്ങണം. കുറച്ചധികം യാത്ര ചെയ്യണേ, 12 മണിക്കൂറിന് മുകളിൽ യാത്ര ചെയ്യാനുണ്ട് ബസ്സിൽ. പെരിയ പെരിയ കാട് താണ്ടി മലയെല്ലാം താണ്ടി ദൂരമ പോറേ ആ ഒരു അതാ മലയിലോട്ടാണ് കയറാൻ പോകുന്നത്. വലിയ ഫ്ലവേഴ്സ് കയറാനായി 2 ബോട്ടിൽ തണുത്ത വെള്ളമൊക്കെ എടുത്ത് ജുമാന വരുന്നുണ്ട്. അതാ മലയാണ് നമ്മൾ കയറാൻ പോകുന്നത്. അല്ല ആണ് ആ മലയാണ്. അങ്ങനെ ഋഷികേശ് എത്തിയിരിക്കുകയാണ്. ഞാൻ ആകെ എന്റെ മലയാളം ടെക്സ്റ്റ് ബുക്കിൽ മാത്രമാണ് ഋഷികേശിനെ കുറിച്ച് വായിച്ചിട്ടുള്ളൂ. ഫൈനലി ഐ ആം ഹിയർ. ഇഷ്ടല്ലായിരുന്നോ ചാപ്റ്റർ നമുക്ക്? ബസ് സ്റ്റാൻഡിൽ അന്വേഷണം മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹരിദ്വാറിൽ നിന്ന് സ്ട്രെയിറ്റ് ഗോവിന്ദ് ഘാട്ടിക്ക് 4 മണിക്കൊരു ബസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എത്തിയിട്ടുള്ളത് 8:45 ഋഷികേശിൽ. അപ്പോൾ ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷൻ എത്തിയ ഉടനെ 4 മണിക്ക് കയറിയാൽ മതിയായിരുന്നു. പക്ഷെ നമ്മുടെ ടൈം നമ്മൾ അതിന് എത്തിയിട്ടില്ല. ഇനി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പ്രൈവറ്റ് ബസ്സിന് പൈസ കൂടും. 620 രൂപയാണുള്ളത് ഋഷികേശിൽ നിന്ന് ഗോവിന്ദ് ഘാട്ടിക്ക്. മലയൊക്കെ കയറി പോകണം ഗോവിന്ദ് ഘാട്ട്, 12 മണിക്കൂർ യാത്ര. വേറെ വഴിയില്ലാതെ നമ്മൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പോയി അവരോട് അന്വേഷിച്ച് സംസാരിച്ച് നമ്മൾ സ്റ്റുഡൻസ് ആണ്, കുറക്കി വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും മർസിത്തെയൊക്കെ ഫുൾ മാസ് കാണിക്കലായിരുന്നു. പിന്നെ ലാൻഡ് സ്ലൈഡിൻ്റെ സീനൊക്കെ ആയതുകൊണ്ട് ബസ് സ്ട്രെയിറ്റ് ഗോവിന്ദ് ഘാട്ടിക്ക് പോയില്ല എന്ന് മനസ്സിലായി. അങ്ങനെ അവർ നമ്മളെ കർണപ്രയാഗ് ഇറക്കി വിട്ട്. കർണപ്രയാഗ് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നും കുറച്ചധികം ഗോവിന്ദ് ഘാട്ടിലോട്ട് പോകാനുണ്ട് കേട്ടോ. ഇനി ബാക്കി വ്ളോഗ് അടുത്ത പാർട്ടിൽ വരുന്നതായിരിക്കും, മറക്കാതെ കാണുക. ഇനിയുള്ള അടുത്ത വ്ളോഗ്സിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. Thank you for watching Jazz Tashing. Don't forget to like, share and subscribe.